നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് കോമൺ എക്സ്പ്രഷനായ എയിൻറ്റിനെ പറ്റിയാണ്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ എയിൻറ്റ് സ്ലൈഡിൽ ഞാൻ 5 സെൻറ്റൻസ് എഴുതിയിരിക്കുകയാണ്. ആദ്യം ഞാൻ ജസ്റ്റ് ആ 5 സെൻറ്റൻസ് വായിച്ചു പോകാം. അതിനുശേഷം ഞാൻ എയിൻറ്റ് എന്താണെന്ന് പറയാം. ഈ 5 സെൻറ്റൻസിൽ ഞാൻ എയിൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് ഐ എം ഗോയിങ് ടു ദ കോൺസേർട്ട്. രണ്ടാമത്തെ സെൻറ്റൻസ് ഷീ ain't ആംഗ്രി അറ്റ് മീ ഈസ് ഷീ. മൂന്നാമത്തെ സെൻറ്റൻസ് ഹി ain't ഗോട്ട് എ കാർ. നാലാമത്തെ സെൻറ്റൻസ് ഐ എം ബീൻ ടു ദ UK. അഞ്ചാമത്തെ സെൻറ്റൻസ് ഐ എം ഡൺ നത്തിങ്. സോ അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഈ എല്ലാ സെൻറ്റൻസും ഞാൻ എയിൻറ്റ് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. സോ അതായത് എയിൻറ്റ് യൂസ് ചെയ്ത് സംസാരിക്കുന്നത്, അതായത് എയിൻറ്റ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ്, അതായത് ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കേഴ്സാണ് എയിൻറ്റ് യൂസ് ചെയ്ത് സംസാരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു സ്പോക്കൺ ഇംഗ്ലീഷ് വേർഡാണ്. അതായത് ഇൻഫോർമലായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ നമ്മൾ എയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതായത് നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് സംസാരിക്കുന്നതാണ്. സോ ഇതൊരു റിട്ടേൺ ഇംഗ്ലീഷ് അല്ല. സോ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട, നമുക്ക് എഴുതേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ എഴുതാറുണ്ട് എപ്പോഴാണ്, നമ്മൾ വാട്സാപ്പിൽ മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴും മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. അതായത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ നമ്മൾ എയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ നോർമലായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരം യൂസ് ചെയ്യുന്നൊരു എക്സ്പ്രഷനാണ് എയിൻറ്റ്. നിങ്ങളെല്ലാവരും സ്ഥിരമായിട്ട് മൂവീസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നറിയാം, എയിൻറ്റ് എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നറിയാം. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചിരിക്കണം. പക്ഷേ മോസ്റ്റ് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇതിനെപ്പറ്റി പഠിപ്പിക്കാറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, അത് ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ഞാൻ പറയാം. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പഠിപ്പിക്കാറില്ല. കാരണം എയിൻറ്റ് എന്ന് വെച്ചാൽ അതിനൊരു ഗ്രാമറില്ലാത്തൊരു എക്സ്പ്രഷനാണ്. എല്ലാ ഗ്രാമറുകളെയും ചുരുക്കി എല്ലാ ഗ്രാമറുകളെ മാറ്റി നിർത്തി കൊടുക്കുന്നൊരു എക്സ്പ്രഷനാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഈ 5 സെൻറ്റൻസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആദ്യം നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ഐ എം ഗോയിങ് ടു ദ കോൺസേർട്ട്. അതൊരു സെൻറ്റൻസാണ്. എന്ന് വെച്ചാൽ സ്പോക്കൺ ഇംഗ്ലീഷാണ്. എല്ലാം സംസാരിക്കുന്നതാണ്, നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന സെൻറ്റൻസുകളാണ് എഴുതിയിരിക്കുന്നത്. അവരിങ്ങനെ സംസാരിക്കത്തുള്ളൂ. നോക്കാം. ഐ എം ഗോയിങ് ടു ദ കോൺസേർട്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ എയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ആശയം എന്തെന്ന് നമുക്ക് നോക്കാം. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഐ ആം നോട്ട് ഗോയിങ് ടു ദ കോൺസേർട്ട് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. അതായത് എയിൻറ്റ് അവിടെ കൊടുത്തിരിക്കുന്ന ഐ ആം നോട്ട് എന്ന് പറഞ്ഞ ആശയമാണ് ഈ എയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ആം എന്ന് പറഞ്ഞ ഓക്സിലറി വെർബായിട്ടാണ് അവിടെ എയിൻറ്റ് അവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. കൂടെ നോട്ട് കൊണ്ട് അത് ഓർത്ത് വെച്ചിരിക്കാം. സോ ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. ഷീ ain't ആംഗ്രി അറ്റ് മീ ഈസ് ഷീ. അതായത് അവൾക്ക് എന്നോട് ദേഷ്യമില്ല അല്ലേ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ എയിൻറ്റ് കൊടുത്തിരിക്കുന്ന ആശയം എന്തെന്ന് വെച്ചാൽ ഈസ് നോട്ടാണ്. അതായത് ഓക്സിലറി വെർബ് ഈസാണ് വന്നിരിക്കുന്നത്. ഈസ് നോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ഞാൻ ആശയം പറഞ്ഞുതരാം. മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ഹി ഇൻ ഗോട്ട് എ കാർ. അവനൊരു കാറില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ എയിൻറ്റ് കൊടുത്തിരിക്കുന്ന ആശയം എന്ന് വെച്ചാൽ ഡസ് നോട്ടാണ്. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഹി ഡസിൻ ഹാവ് എ കാർ എന്നാണ് അതിൻ്റെ ആശയം. സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 3 സെൻറ്റൻസിലും എയിൻറ്റ് 3 തരത്തിലുള്ള ആശയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ സെൻറ്റൻസിൽ ആം, രണ്ടാമത്തെ സെൻറ്റൻസിൽ ഈസ്, മൂന്നാമത്തെ സെൻറ്റൻസിൽ ഡസ്. സോ അതായത് ആം നോട്ട്, ഈസ് നോട്ട്, ഡസ് നോട്ട്. നോട്ട് മറക്കരുത്. എല്ലാത്തിലും എയിൻറ്റിൻ്റെ കൂടെ എപ്പോഴും നോട്ട് കാണും. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, എയിൻറ്റ് അപ്പോസ്ട്രഫി ടി ആണ്. അതായത് നോട്ട് അവിടെ മസ്റ്റായിട്ടുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക. അത് നമുക്ക് തരത്തില്ല. അപ്പം ആം നോട്ട്, ഈസ് നോട്ട്, ഡസ് നോട്ടാണ് ഞാൻ 3 സെൻറ്റൻസിലും പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് നമ്മൾ ചോദിച്ചാൽ, നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കണം. അതായത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ ഫ്ലുവൻ്റ് ആയാൽ മാത്രമേ ഒരു സെൻറ്റൻസുകളൊക്കെ കേട്ടാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, കറക്റ്റായിട്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ അവിടെ എയിൻറ്റ് ഏതിലോട്ട് പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ പുറത്തുനിന്ന്, നമ്മൾ വേറെ ആൾക്കാരാണ്, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. സോ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയാലും നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ കൂട്ട് നമ്മൾ ഫ്ലുവൻ്റ് ആയാലേ അവിടെ എയിൻറ്റ് ഈസ് നോട്ടാണോ, ആർ നോട്ടാണോ, ആം നോട്ടാണോ, ഡസ് നോട്ടാണോ, ഡു നോട്ടാണോ എന്നൊക്കെ നമുക്ക് സാധിക്കാൻ, അതായത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ആർ നോട്ടും വരും, ഡു നോട്ടും വരും. അതിൻ്റെ സെൻറ്റൻസ് ഞാൻ അവിടെ എഴുതിയിട്ടിരുന്നേ ഉള്ളൂ. സോ അപ്പം അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പം എയിൻറ്റ് ഈസ്, ആം, ആർ, അതായത് നമ്മുടെ ബിയുടെ വെർബിൻ്റെ ഫോമുകളാണ് ഈസ്, ആം, ആർ എന്ന് പറയുന്നത്. ഇവയെല്ലായിട്ടും ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ഡൂവും ഡസുമായിട്ടും ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ഹാവുമായിട്ടും ആക്ട് ചെയ്യും. എല്ലാത്തിൻ്റെ കൂടെ നോട്ടുണ്ട്, അത് ഓർത്ത് വെച്ചില്ല. എയിൻ്റാണ് ഹാവ് നോട്ട്, ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട്, ഡു നോട്ട്, ഡസ് നോട്ട്, ഹാവ് നോട്ട് എല്ലാമായിട്ടും ആക്ട് ചെയ്യും. ഹാവിൻ്റെ സെൻറ്റൻസ് ഞാൻ പറയാം. സോ അപ്പോൾ എല്ലാമായിട്ടും ആക്ട് ചെയ്യും. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇതിലേത് എപ്പോൾ സെൻറ്റൻസ് വരുന്നു എന്നുള്ളത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കഴിവനുസരിച്ചാണ് ഇരിക്കുക. നമ്മുടെ ഇംഗ്ലീഷ് എങ്ങനെ മനസ്സിലാക്കുന്നു അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് എങ്ങനെ പറയാം, ഗ്രാമാറ്റിക്കലി നമുക്കതിനെ
പഠിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ഇതൊരു എന്താ പറയുക, സ്ലാങ് വേർഡാണ്. ഇംഗ്ലീഷുകാരുടെ സ്ലാങ് വേർഡ്, നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ സ്ലാങ് വേർഡാണ്. സോ അപ്പോൾ നമ്മളിത് അവർ പറയുന്നത് ആ സെൻറ്റൻസ് അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ആ സെക്കൻഡിൽ തന്നെ നമുക്കത് കത്തണം എന്താണ് സംഭവം എന്നുള്ളത്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ ക്ലിയർ ചെയ്ത് പോവാം, എന്താണ് ഓരോ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നതെന്ന്. കുറച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് സംഭവം അവർ ഉദ്ദേശിക്കുന്നത് എന്ന്. സോ അതുകൊണ്ട് തന്നെ നേറ്റീവ് സ്പീക്കേഴ്സ് എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഈസ് യൂസ് ചെയ്യണോ, യൂസ് ചെയ്യണോ, ആർ യൂസ് ചെയ്യണോ, ആം യൂസ് ചെയ്യണോ, അത് ഡു യൂസ് ചെയ്യണോ, ഡസ് യൂസ് ചെയ്യണോ, ഹാവ് യൂസ് ചെയ്യണോ, ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആൻഡ് യൂസ് ചെയ്താൽ മതി. അതായത് ജസ്റ്റ് എല്ലാത്തിനും കൂടെ ഒറ്റ വേർഡ് യൂസ് ചെയ്താൽ മതി. അവിടെ ഗ്രാമറിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പലപ്പോഴായിട്ട് എയിൻഡ് പഠിപ്പിക്കാറില്ല. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാരണം ഇതുകൊണ്ടാണ്. ഈസിനെ പറ്റി ചിന്തിക്കേണ്ട, അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സൈഡ് ചിന്തിക്കേണ്ട, ആറിനെ പറ്റി ചിന്തിക്കേണ്ട, അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സൈഡ് ചിന്തിക്കേണ്ട, ഡു യൂസ് ചെയ്യണോ, ഡസ് യൂസ് ചെയ്യണോ, ഹാവ് യൂസ് ചെയ്യണോ, ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു എക്സ്പ്രഷൻ, ഈസ് നോട്ടിനും ആം നോട്ടിനും ആർ നോട്ടിനും ഡസ് നോട്ടിനും ഡു നോട്ടിനും ഹാവ് നോട്ടിനും എല്ലാത്തിനും കൂടെ ഒരൊറ്റ എക്സ്പ്രഷൻ എയിൻറ്റ്, അത് മാത്രം ജസ്റ്റ് ആ സെൻറ്റൻസ് കയറ്റി സംസാരിച്ചാൽ മതി. ഇല്ല എന്നൊരു ആശയം കൊടുക്കുക, അത് മാത്രം സംസാരിച്ചാൽ മതി. സോ ഇതുകൊണ്ട് സ്പീക്കേഴ്സിൻ്റെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ ഇത് ഫേമസ് ആണ്. പക്ഷേ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പഠിപ്പിക്കാറില്ല. സോ ജസ്റ്റ് പറഞ്ഞതുള്ളൂ. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോകുന്നവരാണെങ്കിൽ, യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവരാണെങ്കിൽ പബ്ലിക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് എയിൻഡ് വെച്ചുള്ള എക്സ്പ്രഷൻ. സോ അന്നേരം നമുക്ക് മനസ്സിലാക്കണം, എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് പിടികിട്ടത്തുള്ളൂ. സോ അപ്പോൾ നമുക്ക് നമ്മുടെ സെൻറ്റൻസിലോട്ട് കയറാം. ഐ എം ഗോയിങ് ടു ദ കോൺസേർട്ട് എന്ന് വെച്ചാൽ ഐ ആം നോട്ട് ഗോയിങ് ടു ദ കോൺസേർട്ട് എന്നാണ് അതിൻ്റെ ആശയം. അവിടെ ആം നോട്ടാണ് അവിടെ എയിൻഡ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഷീ ആംഗ്രി അറ്റ് മീ, ഈസ് ഷീ എന്ന് പറയുന്ന സെൻറ്റൻസിൽ ഈസ് നോട്ടാണ് അവിടെ എയിൻ്റെ ആശയം. അതായത് ഷീസ് നോട്ട് ആംഗ്രി അറ്റ് മീ, അവൾക്കിനോട് ദേഷ്യമില്ല, ഷീസ് നോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് അവിടുത്തെ ആശയം, എയിൻ്റെ ആശയം. ഷീസ് നോട്ട് ആംഗ്രി അറ്റ് മീ എന്നാണ്, അവൾക്കിനോട് ദേഷ്യമില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. മൂന്നാമത്തെ സെൻറ്റൻസിൽ ഹീ ഗോട്ട് എ കാർ, അതായത് അവന് കാറില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതിൻ്റെ കറക്റ്റ് ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ഹീ ഡസിൻ ഹാവ് എ കാർ എന്നാണ്. അതായത് എയിൻറ്റ് ഗോട്ടിന് പകരം നമ്മൾ ഡസിൻ ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹീ ഡസിൻ ഗോട്ട് എ കാർ എന്നും പറയാം, അതും സ്ലാങ് വേർഡാണ്. ഹീ ഡസിൻ ഗോട്ട് എ കാർ എന്ന് പറയാം. ഡസിൻ ഹാവ് എ കാർ എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷനാണ്. അതിൻ്റെ എക്സാക്റ്റ് മീനിങ് ആണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. അതങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണ്. ഹീ ഡസിൻ ഗോട്ട് എ കാർ എന്ന് നേറ്റീവ് സ്പീക്കേഴ്സ് പറയാറുണ്ട്. എയിൻറ്റിന് പകരം ഹീ ഡസിൻ ഗോട്ട് എ കാർ എന്നും പറയുന്നത് എല്ലാം സ്ലാങ് സ്റ്റൈലുകളാണ്. നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന സ്ലാങ് സ്റ്റൈലുകളാണ്. സോ അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ഐ എം ബീൻ ടു ദ UK എന്ന് വെച്ചാൽ അവിടെ എയിൻറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹാവിൻ്റെ ആണ്. നിങ്ങൾക്കറിയാം ഹാവ് നോട്ടേ നമ്മളിവിടെ യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഗ്രാമറൊക്കെ അറിഞ്ഞിരുന്നാലേ നമുക്കതൊക്കെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക ഫ്ലുവൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ എയിൻറ്റ് എന്താണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പിടികിട്ടും. സോ അപ്പോൾ അവിടെ എയിൻറ്റിൻ്റെ ആശയം ഹാവ് നോട്ടാണ്. ഐ ഹാവിൻ ബീൻ ടു ദ UK എന്നാണ് അത് അവിടെ എയിൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഐ ഹാവിൻ ബീൻ ടു ദ UK എന്നാണ് ഇതിൻ്റെ ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. സോ അപ്പം നേറ്റീവ് സ്പീക്കേഴ്സ് ഐ എയിൻ ബീൻ ടു ദ UK എന്ന് മാത്രമേ പറയത്തുള്ളൂ. സോ അത് ഓർത്ത് വെച്ചിരിക്കാം. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഐ എം ഡൺ നത്തിങ് എന്ന് വെച്ചാൽ ഐ ഹാവിൻ ഡൺ നത്തിങ് എന്നാണ് അവിടെ ആശയം. അവിടെ എയിൻറ്റിൻ്റെ ആശയം ഹാവിൻ്റെ ആണ്, അതായത് ഹാവ് നോട്ടാണ്. ഇത് നമുക്ക് ഇംഗ്ലീഷുമായിട്ട് നമ്മൾ ഫ്ലുവൻ്റ് ആയാലും അവിടെ എയിൻറ്റ് ഹാവിൻ്റെ ആണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ ഇതിന് പ്രത്യേകിച്ച് റൂളില്ല, ഇത് ഇന്നതാണ് എന്ന് റൂളൊന്നുമില്ല. നമ്മുടെ ഫ്ലുവൻ്റി അനുസരിച്ചാണ് അത് ഇന്ന സംഭവം, ഇന്ന ഓക്സിലറി വെർബാണ് എന്ന് നമുക്ക് പിടികിട്ടത്തുള്ളൂ. സോ അപ്പം അവിടെ ഐ ഹാവിൻ ഡൺ നത്തിങ് എന്നാണ് അവിടെ വരേണ്ടത്. സോ അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നത് ആക്ച്വലി ആ സെൻറ്റൻസും തെറ്റാണ്. ഐ ഹാവിൻ ഡൺ നത്തിങ് എന്ന് പറയാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഹാവ് നോട്ട് എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് വേർഡുണ്ട്, അതേപോലെ നത്തിങ് എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് വേർഡുണ്ട്. രണ്ട് നെഗറ്റീവ് വേർഡുകൾ ആ സെൻറ്റൻസിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ മലയാളം ആശയം എന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന ഒരു ആശയമാണ് ആ സെൻറ്റൻസിനുള്ളത്. പക്ഷേ അങ്ങനെ ഇപ്പം ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ തെറ്റാണ് എഴുതിയിരിക്കുന്നത്. നത്തിങ് എന്ന് ഐ ഹാവിൻ ഡൺ നത്തിങ് എന്ന് പറയാൻ പാടില്ല. അവിടെ രണ്ട് നെഗറ്റീവ് സെൻറ്റൻസാണ് ഒരു സെൻറ്റൻസിലുള്ളത്. അതായത് ഹാവ് നോട്ടും ഉണ്ട്, നത്തിങ്ങും ഉണ്ട്. നത്തിങ്ങും ഒരു നെഗറ്റീവ് സെൻറ്റൻസാണ്. അങ്ങനെ രണ്ട് സെൻറ്റൻസ്, അതായത് രണ്ട് നെഗറ്റീവ് വേർഡ് ഒരു സെൻറ്റൻസിൽ വന്നാൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ചെയ്തിട്ടുണ്ട് എന്നൊരു ആശയത്തിലോട്ട് പോകുന്നത്. സോ ആക്ച്വലി അതിൻ്റെ ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ഐ ഹാവിൻ ഡൺ എനിത്തിങ് എന്നാണ് വരേണ്ടത്. ഐ ഹാവിൻ ഡൺ എനിത്തിങ് എന്നാണ് അതിൻ്റെ കറക്റ്റ് ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് തെറ്റായിട്ടേ സംസാരിക്കത്തുള്ളൂ, അവരങ്ങനെ സംസാരിക്കത്തുള്ളൂ. അതും ഓർത്ത് വെച്ചിരിക്കുക. സോ അപ്പം ഇതൊരു സ്പോക്കൺ ഇംഗ്ലീഷാണ്. സോ ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഈ 2-3 സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം. നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന കുറച്ച് 2-3 സെൻറ്റൻസ് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി എയിൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എയിൻറ്റ് ഇങ്ങനെയാണ്. നമ്മുടെ ഇംഗ്ലീഷ് അതായത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ
കഴിവനുസരിച്ച് നമുക്ക് എയിൻ്റെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ സെൻറ്റൻസ് ജസ്റ്റ് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവർ പറയുമ്പോൾ അതിലെന്തായാലും ഒരു നോട്ടുണ്ട്. പിന്നെ അതിൽ ഒന്നുകിൽ ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട്, ഡു നോട്ട്, ഡസ് നോട്ട്, ഹാവ് നോട്ട്, ഹാസ് നോട്ടും ഉണ്ട്. സബ്ജക്റ്റ് അനുസരിച്ച് ഹാസ് വരും. ഹീ വരുവാണെങ്കിൽ ഹീ ഷീറ്റ് വരുവാണെങ്കിൽ ഹാസ് വരും. സോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. സോ അത് ജസ്റ്റ് ഓർത്തിരിക്കാം. രണ്ടാമത്തെ സെൻറ്റൻസ് നമുക്ക് നോക്കാം. വി എയിൻ ഗോട്ട് നോ ആപ്പിൾ. അതായത് നമ്മളിപ്പോൾ ഒരു നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ, അതായത് യൂറോപ്യൻ കൺട്രീസിൽ പോയി കടയിൽ പോയി ആപ്പിൾ ചോദിക്കുവാണെങ്കിൽ അപ്പോൾ കടക്കാരൻ ഇങ്ങനെ ആയിരിക്കും റീപ്ലൈ ചെയ്തിരുന്നത്. ആപ്പിൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും റീപ്ലൈ ചെയ്യുന്നത്. ഹി എയിൻ ഗോട്ട് നോ ആപ്പിൾ, ഹി എയിൻ ഗോട്ട് നോ ആപ്പിൾ. സോ ഇങ്ങനെ ആയിരിക്കും റീപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം വി ഡു നോട്ട് ഹാവ് എനി ആപ്പിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, അയാൾ പറഞ്ഞ് ശ്രദ്ധിച്ചറിയാം, ഈ വി എയിൻ ഗോട്ട് നോ ആപ്പിൾ അവിടെയും കംപ്ലീറ്റ്ലി തെറ്റാണ്. ഗ്രാമാറ്റിക്കലി ഫുൾ തെറ്റാണ്. അവിടെ 2 നെഗറ്റീവ് വന്നിട്ടുണ്ട്. എയിൻ്റെ എന്നും വന്നിട്ടുണ്ട്, ഗോട്ട് നോ ആപ്പിൾ എന്നും വന്നിട്ടുണ്ട്. അങ്ങനെ 2 നെഗറ്റീവ്. അങ്ങനെ പറഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ആശയം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആപ്പിൾ ഉണ്ടെന്നാണ് അർത്ഥം. ആപ്പിൾ ഇല്ലെന്നാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് ആപ്പിൾ ഉണ്ടെന്നാണ് അർത്ഥം. പക്ഷേ അവരങ്ങനെ പറയത്തുള്ളൂ. അത് ആപ്പിൾ ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. അതിൻ്റെ ആശയം വി ഡു നോട്ട് ഹാവ് എനി ആപ്പിൾ എന്നാണ് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. സോ ഇതൊക്കെ നേറ്റീവ് സ്റ്റൈലുകളാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഹി എയിൻ കമ്മിങ് ടു നൈറ്റ്, ഹി എയിൻ കമ്മിങ് ടു നൈറ്റ്. അതിൻ്റെ ആശയം എന്തായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടും. അതായത് ഹി ഈസ് നോട്ട് കമ്മിങ് ടു നൈറ്റ് എന്നാണ്. അതിനെയാണ് അവരിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഹി എയിൻ കമ്മിങ് ടു നൈറ്റ്. അതായത് അവൻ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. വി എയിൻ ഗോട്ട് ടൈം ടു വേസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ തന്നെ പറയാം. വി ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഡു ആണ് വരേണ്ടത്. അതായത് വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്, നമുക്ക് സമയം കളയാനില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ എയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഡോണ്ട് ഹാവിനാണ് അവിടെ എയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. എയിൻ ഗോട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ചേർത്താണ് നമ്മൾ ഡോണ്ട് ഹാവ് ചേർത്തിരിക്കുന്നത്. സോ അത് ഓർത്തിരിക്കുക. ഇതൊക്കെ സ്ലാങ് വേർഡാണ്. എക്സ്പ്ലനേഷൻ ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷനാണ്. അപ്പം വി ഇൻ ഗോട്ട് എ ടൈം ടു വേസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയം കളയാനില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഐ എയിൻ ബി ടു സാൻ ഫ്രാൻസിസ്കോ. അത് നമ്മൾ പറഞ്ഞ എന്താണ്, ഐ എയിൻ ബി ടു സാൻ ഫ്രാൻസിസ്കോ. അത് പെട്ടെന്ന് നമുക്ക് പിടികിട്ടും. ഹാവിൻ്റെ ആണ്. ഹാവ് ബീനൊക്കെ ഉള്ള സെൻറ്റൻസ് പഠിച്ചവർക്ക് പെട്ടെന്ന് അത് പിടികിട്ടും. സോ അപ്പം ഐ ഹാവിൻ ബി ടു സാൻ ഫ്രാൻസിസ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അവിടെ എയിൻ്റെന്ന് വെച്ചത്, എയിൻ്റെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഹാവിൻ, അതായത് ഹാവിനോട്ട് ഹാവിൻ്റെ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഹി എയിൻറ്റ് എ ഗുഡ് ഹോക്കി പ്ലെയർ. അവരൊരു നല്ല ഹോക്കി പ്ലെയർ അല്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ എയിൻ്റ് എന്തായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്, ഈസ് നോട്ടാണ്. ഹി ഈസ് നോട്ട് എ ഗുഡ് ഹോക്കി പ്ലെയർ എന്നായിരിക്കും അവിടുത്തെ സെൻറ്റൻസ് വരാൻ സാധ്യതയുള്ളത്. അതാണ് അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കണം. സോ ഇല്ലെങ്കിൽ ഫ്ലുവൻ്റ് അല്ലെങ്കിൽ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഹി എയിൻ്റെ ഗുഡ് ഹോക്കി പ്ലെയർ എന്ന് വെച്ചാൽ നല്ലൊരു ഹോക്കി പ്ലെയർ അല്ലെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി പിടികിട്ടും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അവിടെ നിങ്ങൾ കൺഫ്യൂസ് ആകല്ലേ. അതിലൊരു നോട്ടുണ്ട്, എന്തായാലും എങ്കിലൊരു നോട്ടുള്ളതുകൊണ്ട് അല്ല എന്നാണ് അതിൻ്റെ ആശയം. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം, അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വി എയിൻ ഗോയിങ് ടു മേക്ക് ഇറ്റ് ഓൺ ടൈം. അതായത് അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ വി ആർ നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ് ഓൺ ടൈം. അതായത് നമ്മൾ കറക്റ്റ് സമയത്ത് എത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ എയിൻറ്റ് കൊടുത്തിരിക്കുന്ന ആശയം ആർ നോട്ടാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് എയിൻറ്റിനെ പറ്റി പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എയിൻറ്റ് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ആവശ്യം, നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കണം. സോ അതേ ഉള്ളൂ അതിൻ്റെ വഴി. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കൂട്ട് അതിലൊരു നോട്ടുണ്ട്. ജസ്റ്റ് നമുക്കതിൻ്റെ മീനിങ് കൺവേർട്ട് ആക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ ഇത് ഇന്നതാണ്, ഈസ് ആയതുകൊണ്ടാണ് ഞാൻ എയിൻറ്റ് യൂസ് ചെയ്യുന്നത്, ആം ആയതുകൊണ്ടാണ് എയിൻറ്റ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയല്ല അവർ സംസാരിക്കുന്നത്. സ്ലാങ് വേർഡാണ്, അവർക്ക് സ്ലാങ് വേർഡാണ്. സോ അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എയിൻറ്റിനെ പറ്റി ഇനി കൺഫ്യൂസ് ആകല്, കൂളായിട്ട് എടുക്കുക. എയിൻറ്റ് കൂളായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവും, ആ സെൻറ്റൻസിന് മനസ്സിലാവും. നോട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകിൽ ഈസ്, ആറ്, ഹാവ്, ഡു, ഡസ്, ഹാസ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.